എല്ലാവർക്കും നമസ്കാരം. വളരെ ആനുകാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നത്. ഇത് വിഷയം കേൾക്കുമ്പോൾ ഇത് സ്ത്രീവിരുദ്ധമാണ് എന്നാരും ചിന്തിച്ചു പോകരുത്. നമ്മളുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾക്കും കൂടി വേണ്ടിയാണ് പ്രധാനമായും ഈ വിഷയം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അടുത്തിടെ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്ന ധാരാളം വാർത്തകൾ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. സ്ത്രീ ഗുണ്ടകൾ പെരുകുന്നു, മയക്കുമരുന്ന് കടത്തിന് സ്ത്രീകൾ ഉപയോഗിക്കുന്നു, മയക്കുമരുന്ന് കടത്തിയ സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, കാപ്പ വരെ ചുമത്തിയ സ്ത്രീകൾ ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ കേരള സമൂഹത്തിലുണ്ട്. ഇതിനു മുൻപ് സ്ത്രീകൾ പ്രത്യക്ഷത്തിൽ വലിയൊരു കുറ്റകൃത്യത്തിലേക്കൊന്നും വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഏത് ക്രൈം ന്യൂസ് വന്നാലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ വളരെ കൂടിക്കൂടി വരികയാണ്. പ്രധാനമായും ഈ മയക്കുമരുന്ന് ഉപയോഗവും മദ്യപിച്ച് റോഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക, ആക്രമിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിൽ ഈ സ്ത്രീകൾ അതിൽ പ്രധാന കണ്ണിയായി തന്നെ വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു സെക്സ് റാക്കറ്റ്, അതിലും പ്രധാന കണ്ണികൾ സ്ത്രീകളാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇങ്ങനെ അക്രമാസക്തരായി സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത്? സ്ത്രീകളുടെ ഒരു സ്വകാര്യ അഹങ്കാരം അതിപ്പോൾ ബോധവൽക്കരണം കൂടിയത് കൊണ്ടായിരിക്കാം. ഞങ്ങൾക്ക് നിയമ പിൻബലമുണ്ട്, ഞങ്ങളൊരു പരാതി കൊടുത്താൽ പുരുഷനെതിരെയാണെങ്കിൽ അത് ഏതു തരത്തിൽ പരാതി കൊടുത്താലും ഉടനെ അവരെ അറസ്റ്റ് ചെയ്യണം. ശരിയാണ്. നിങ്ങൾക്ക് തരുന്ന ഈ നിയമപരിരക്ഷ അത് എവിടെ നിന്ന് വന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ പരാക്രമം കാണിക്കുന്ന സ്ത്രീകളോടാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുവാൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ള ഒരു വലിയ സൗകര്യമാണ് പലരും ദുരുപയോഗം ചെയ്യുന്നത്. നിയമത്തെ ദുരുപയോഗം ചെയ്താൽ അതേ നിയമം നിങ്ങൾക്കെതിരെ തിരിച്ചടിക്കും എന്നുള്ള ഒരു വസ്തുത എപ്പോഴും ഓർമ്മയുണ്ടാകണമെന്ന് പൊതുസമൂഹത്തോട് വരേണ്ട ഒരു സാഹചര്യമാണിപ്പോൾ. നിയമത്തെ ദുരുപയോഗം ചെയ്താൽ കാലക്രമേണ ഈ നിയമം തരുന്ന പരിരക്ഷ നിങ്ങൾക്ക് ഇല്ലാതാവും. ഇപ്പോൾ വീക്കർ സെക്ഷൻ എന്ന നിലയിലാണ് ഭരണഘടന സ്ത്രീകൾക്ക് സമൂഹത്തിൽ പുരുഷനുമായ ഒരു സമത്വം ഉണ്ടാകാൻ വേണ്ടി വീക്കർ സെക്ഷൻ, അതായത് ബലഹീനരായ സെക്ഷൻ, ഒരു ക്ലാസ് എന്ന രീതിയിലാണ് ഈ പരിരക്ഷ നിയമം മൂലം സ്ത്രീകൾക്ക് ലഭ്യമാക്കുന്നത്. സ്ത്രീ സംവരണമാണെങ്കിലും സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവം ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി കൂടുതൽ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണെങ്കിലും ഇതെല്ലാം നിങ്ങളുടെ സംരക്ഷണയ്ക്ക് വേണ്ടി തരുന്നതാണ്. അതല്ലാതെ ഇതിലെ പഴുതുകൾ ഉപയോഗിച്ച് പുരുഷന്മാരെയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഒക്കെ ഉപദ്രവിക്കുവാൻ വേണ്ടിയുള്ളതല്ല. ഇതാദ്യം മനസ്സിലാക്കണം. നമുക്കൊരു നിയമപരിരക്ഷ ലഭിച്ചാൽ ആ പരിരക്ഷയിൽ അഭിമാനിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിച്ചു പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ സ്ത്രീകൾക്ക്, അതും സ്ത്രീകളെ മാത്രം ഒരു പ്രത്യേക രീതിയിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഇതാണ്. സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യ യാത്ര കേരളത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. താൽക്കാലം ഓർഡിനറി ബസ്, അതിനുശേഷം അതിന്റെ കണക്കുകൾ പരിശോധിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരാൻ പോവുകയാണ്. അതിൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഒരു സ്ത്രീക്ക് ഒരു മാസം, ഒരു ചെറിയ ജോലിക്ക് പോകുന്ന സ്ത്രീക്ക് ഒരു വണ്ടിക്കൂലി ഇനത്തിൽ ഒരു 3000 രൂപ മിച്ചം പിടിക്കാൻ പറ്റിയാൽ അത് കുടുംബത്തിലേക്ക് ചെലവാക്കും. ഇതാണ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ സൗജന്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാവിധ ബഹുമാനവും സംരക്ഷണവും സമൂഹത്തിൽ അല്ലെങ്കിൽ നിയമം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ചിലരെങ്കിലും, ഒരു ചെറിയ ശതമാനമെങ്കിലും, ആ ചെറിയ ശതമാനത്തിന്റെ ശതമാന കണക്ക് ഇപ്പോൾ കൂടി വരുന്നു, അതുകൊണ്ടാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഒരു ചെറിയ ശതമാനമെങ്കിലും ആ നിയമം ദുരുപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും അവരുടെ ഏതെങ്കിലും തരത്തിൽ കേസിൽപ്പെടുത്തി ജയിലിലടയ്ക്കുവാനും, അതല്ലെങ്കിൽ ഈ നിയമപരിരക്ഷ ഞങ്ങൾക്കുണ്ട് എന്ന് ഒരു അഹങ്കാരത്തിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങി ആക്രമണം അഴിച്ചുവിടുവാനുമൊക്കെ ഈ നിയമപരിരക്ഷ ഉപയോഗിക്കരുത്. ഇത് തുടർന്നു പോയാൽ സ്ത്രീകൾക്കുള്ള ഈ നിയമപരിരക്ഷ വീക്കർ സെക്ഷൻ അല്ലാതെ വരുന്ന ഒരു കാലഘട്ടത്തിൽ, ഭരണഘടനയിൽ അതും പറഞ്ഞിട്ടുണ്ട്, സമത്വം പ്രായോഗത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രതിഫലിക്കുമ്പോൾ ഈ സംവരണം പിൻവലിക്കുവാനും വ്യവസ്ഥയുണ്ട്. അതല്ലാതെ ഭൂമി ഉള്ളിടത്തോളം കാലം ഈ സംവരണം ലഭ്യമാകും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ സംവരണം ലഭിക്കുന്നത് അല്ലെങ്കിൽ നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുന്നത് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുവാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്ത്രീകൾ നിയമം ദുരുപയോഗം ചെയ്യരുത്. നിങ്ങൾ ആ സംരക്ഷണം ആസ്വദിക്കുക, അതിൽ അഭിമാനിക്കുക. ഇത്രയുമാണ് ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ. അതിപ്പോൾ എല്ലാ ദിവസവും കാണുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ
ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ പറഞ്ഞു പോകുന്നതാണ്. ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.